അതിനു മുൻപോ അതിനുശേഷമോ മനുഷ്യത്വം ഇത്രത്തോളം അപമാനിക്കപ്പെട്ടിട്ടില്ല. മനുഷ്യനാണെന്ന ഒറ്റ കാരണം കൊണ്ട് കഠിനവും പൈശാചികവുമായ പീഡനങ്ങൾക്ക് ഒരു മനുഷ്യനും ഇങ്ങനെ ഇരയായിട്ടുമില്ല. മൃഗങ്ങൾ പോലും ചെയ്യാത്ത കൊടും ക്രൂരതകൾ ചെയ്തുകൊണ്ട് മനുഷ്യനെന്ന പദത്തിന് തന്നെ അപമാനമായി മാറിയ ഒരു പറ്റം നരാധമന്മാരുടെ വിളയാട്ടങ്ങൾ. കണ്ണീരോടെയല്ലാതെ ഈ രംഗങ്ങൾ കാണാനാവില്ല. ഹൃദയഭാരത്തോടെയല്ലാതെ നമുക്ക് ആ ദിനങ്ങൾ അയവിറക്കാനാവില്ല. ലോകത്തെ ഇത്രത്തോളം ഞെട്ടിച്ചു കളഞ്ഞ, ചങ്കിടിപ്പോടെയല്ലാതെ ഓർമ്മിക്കാൻ സാധിക്കാത്ത ഒരു ഇരുണ്ട കാലം. സങ്കടങ്ങൾ കണ്ട് കല്ലുകൾ പോലും പിളർന്ന, വിലാപങ്ങൾ കേട്ട് ആകാശം പോലും കാതുപൊത്തിയ വല്ലാത്ത കാലം. എവിടെ നിന്നാണ് ഈ വിലാപങ്ങൾ ഉയർന്നത്? എന്തായിരുന്നു അവിടെ സംഭവിച്ചത്? ഇന്നും ആ നടുക്കം നമ്മെ വിട്ടുപോയിട്ടില്ല. ലോകഭൂപടത്തിൽ കണ്ണീരും വിലാപവും ചോരയും സങ്കടവും കൊണ്ട് എഴുതി ചേർത്ത ചില അധ്യായങ്ങൾ, ചില വർഷങ്ങൾ, ലോകത്തെ ഞെട്ടിച്ചു കളഞ്ഞ എന്തായിരുന്നു അന്ന് സംഭവിച്ചത്? പറയാൻ പോകുന്നത് കോൺസെൻട്രേഷൻ ക്യാമ്പുകളെ കുറിച്ചാണ്. സമാനതകളില്ലാത്ത വിധത്തിലുള്ള കൊടും പീഡനങ്ങൾ കൊണ്ട് മനുഷ്യകുലത്തെ വിറളി പിടിപ്പിച്ച ഒരു ഇരുണ്ട കാലഘട്ടത്തിന്റെ ദുർവിധികളെ കുറിച്ചാണ്. ചരിത്രത്തെ പോലും പിടിച്ചു കുലുക്കത്തക്ക പ്രകമ്പന ശേഷിയുണ്ടായിരുന്ന ക്യാമ്പുകളിലെ വിശേഷങ്ങളെ കുറിച്ചാണ്. ആ വിശേഷങ്ങൾ ആദ്യമായി കേട്ടപ്പോഴും ഇപ്പോൾ കേൾക്കുമ്പോഴും ലോകം നടുങ്ങുന്നു. ചരിത്രത്തെ തന്നെ നടുക്കിക്കളഞ്ഞ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലൂടെ ചങ്കിടിപ്പോടെ നമുക്ക് കടന്നു പോകാം. ഷെക്കേന ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ലോകം കണ്ട ഏറ്റവും ക്രൂരനായ ഏകാധിപതിയായിരുന്നു അഡോൾഫ് ഹിറ്റ്ലർ. 6 ദശലക്ഷം യഹൂദരെയും 2 ലക്ഷം ജിപ്സികളെയും 1 ദശലക്ഷം പോളണ്ടുകാരെയും ബുദ്ധിപരവും മാനസികവും ശാരീരികവുമായി വൈകല്യമുള്ള 70,000-ഓളം പേരെയും ക്രൂരമായി കൊലപ്പെടുത്തിയ നാസി ഭരണകൂടത്തിന്റെ ജർമ്മൻ സ്വേച്ഛാധിപതി. ഇതിന് ഹിറ്റ്ലർ തിരഞ്ഞെടുത്തത് കോൺസെൻട്രേഷൻ ക്യാമ്പുകളെയായിരുന്നു. നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിനെ അതിശയിക്കുന്ന രീതിയിലുള്ള കൊടും ക്രൂരതകളും പീഡനങ്ങളും ലോകത്ത് മറ്റ് ഒരിടത്തും സംഭവിച്ചിട്ടില്ല, ആവർത്തിക്കപ്പെട്ടിട്ടുമില്ല. ഇന്നും മനുഷ്യ ക്രൂരതയുടെ പച്ചയായ മുഖമാണ് നാസി കോൺസെൻട്രേഷൻ ക്യാമ്പ്. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് എത്രത്തോളം ക്രൂരമായി പെരുമാറാൻ കഴിയും എന്നും എങ്ങനെയൊക്കെ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ പീഡിപ്പിക്കാനാകും എന്നതിൻ്റെയും ബീഭത്സ രൂപമാണ് ഇവിടം. മനുഷ്യനെന്ന് കരുതുകയും അഭിമാനിക്കുകയും ചെയ്യുന്ന അവസ്ഥ പോലും കോൺസെൻട്രേഷൻ ക്യാമ്പിലെ ചിത്രങ്ങളിലൂടെയും മനുഷ്യ അവസ്ഥകളിലൂടെയും കടന്നു പോകുമ്പോൾ ഒരു ചോദ്യചിഹ്നമായി നമുക്ക് അനുഭവപ്പെടും. കൊടും തണുപ്പിലും നഗ്നത മറയ്ക്കാൻ മാത്രം വസ്ത്രം ധരിച്ച് എല്ലും തോലുമായ ജീവച്ചവങ്ങൾ. കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് നാസികളുടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ തന്നെയാണ്. പക്ഷേ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പല കാലങ്ങളിലും കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഉണ്ടായിരുന്നു. പൗരന്മാരെ കുറ്റവിചാരണ കൂടാതെയും കുറ്റമെന്തെന്ന് ബോധ്യപ്പെടുത്താതെയും അന്യായമായി തടവിൽ പാർപ്പിച്ചിരുന്ന ക്യാമ്പുകളെയാണ് പൊതുവെ കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന് വിളിക്കുന്നത്. രേഖപ്പെടുത്തിയ ചരിത്രമനുസരിച്ച് 1830-കൾ മുതൽ ഇങ്ങനെയൊരു പതിവ് ഉണ്ടായിരുന്നു. എന്നാൽ കോൺസെൻട്രേഷൻ ക്യാമ്പിന് പുതിയ അർത്ഥം നൽകി മരണ ക്യാമ്പുകൾ എന്ന വിശേഷണത്തിൽ നമ്മെ പിടിച്ച് ഉലച്ചത് നാസികളുടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളായിരുന്നു.
ക്യൂബയിൽ സ്പാനിഷ് സൈന്യം സ്ഥാപിച്ച റീകൺസെൻട്രാഡോസ് ക്യാമ്പുകളെ സൂചിപ്പിച്ചപ്പോൾ മുതൽക്കാണ് ആദ്യമായി കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന പദം പ്രചാരത്തിൽ വന്നത്. തുടർന്ന് ഫിലിപ്പൈൻ അമേരിക്കൻ യുദ്ധത്തിലും ബ്രിട്ടീഷുകാർ ദക്ഷിണാഫ്രിക്കയിലും ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ ആരംഭിച്ചു. കോൺസെൻട്രേഷൻ ക്യാമ്പുകളുടെ പൊതു പ്രത്യേകത അവിടെ മനുഷ്യ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്നതാണ്. യുദ്ധസമയത്ത് പിടികൂടപ്പെടുന്ന ശത്രു സൈന്യാംഗങ്ങളെയോ ഭീകരവാദം സംശയിക്കുന്നവരെയോ ഒക്കെയാണ് ഇത്തരം ക്യാമ്പുകളിൽ പാർപ്പിച്ചിരുന്നത്. തടവ് ശിക്ഷയായിരുന്നു ഈ ക്യാമ്പുകളിൽ കൂടുതലായി ഉണ്ടായിരുന്നത്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു മരണ ക്യാമ്പുകൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഉന്മൂലന ക്യാമ്പുകൾ. നാസികളുടെ ക്യാമ്പുകൾ ഇത്തരത്തിൽ ഉള്ളവയായിരുന്നു. ബോധപൂർവമായി തടവുകാരെ ഉന്മൂലനം ചെയ്യത്തക്ക വിധത്തിലുള്ള കൃത്യമായ രൂപകൽപ്പനയായിരുന്നു മരണ ക്യാമ്പുകളുടെ പൊതു സവിശേഷത. നിശ്ചിത സമയത്തിനുള്ളിൽ തടവുകാർ പട്ടിണി മൂലവും ചികിത്സയില്ലാതെയും മരിക്കുകയോ അല്ലെങ്കിൽ വധശിക്ഷ നടപ്പിലാക്കുകയോ ചെയ്യും എന്ന് ഉറപ്പാക്കുന്ന വിധത്തിലായിരുന്നു ഇവയെല്ലാം ഉണ്ടാക്കിയിരുന്നത്. ദശലക്ഷക്കണക്കിന് ആളുകളെ വിഷവാതകം ഉപയോഗിച്ച് കൊല്ലാൻ കഴിയുന്ന വിധത്തിൽ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തവയും ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഏതു കുറ്റകൃത്യവും വെളിച്ചത്ത് കൊണ്ടുവരാൻ ഒരു ലൂപ്പ് ഹോൾ അവശേഷിക്കുന്നുണ്ടാവും. ദൈവത്തിന്റെ കണ്ണ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിനെ കുറിച്ചുള്ള വിവരം പുറം ലോകം അറിഞ്ഞതും ഇത്തരമൊരു ഇടപെടൽ വഴിയായിരുന്നു. ജർമ്മനിയെ സഖ്യസേന കീഴടക്കിയതിനു ശേഷം അവർ വഴിയാണ് ലോകം ആദ്യമായി നാസികൾ നടത്തിയ വംശഹത്യയെക്കുറിച്ച് അറിഞ്ഞത്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാന കാലത്ത് ബെർലിനിലൂടെ റെഡ് ആർമി നടത്തിയ മാർച്ചിലാണ് കോൺസെൻട്രേഷൻ ക്യാമ്പ് കണ്ടെത്തിയത്. കിഴക്കൻ പോളണ്ടിലെ മെയ്തനക്കിലെ ക്യാമ്പായിരുന്നു ഇപ്രകാരം കണ്ടെത്തിയത്. എങ്കിലും ജനറൽ ചാൾസ് ഡി ഗോളയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് രൂപീകൃതമായതിനു ശേഷമാണ് ക്യാമ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടത്. അപ്പോഴേക്കും ജർമ്മനിയുടെ പരാജയം ഉറപ്പായി കഴിഞ്ഞിരുന്നു. സഖ്യസേന എത്തും മുൻപ് ക്യാമ്പ് ഒഴിപ്പിച്ചേ തീരൂവെന്ന് നാസി നേതാവ് ഹെൻറിച്ച് ഉത്തരവിട്ടു. അതനുസരിച്ച് അതിർത്തിക്കടുത്തുള്ള ക്യാമ്പുകളിൽ നിന്ന് തടവുകാരെ ഉൾഭാഗത്തേക്കുള്ള ജയിലുകളിലേക്ക് മാറ്റി പാർപ്പിക്കണമെന്നായിരുന്നു ഉത്തരവ്. അതനുസരിച്ച് ഷുട്സ്റ്റാഫലിൽ നിന്ന് ലോസഗുവിലേക്ക് 60,000-ഓളം തടവുകാരെ മാറ്റി പാർപ്പിക്കാൻ തീരുമാനമായി. $35 കിലോമീറ്റർ ദൂരത്തേക്ക് കാൽനടയായിട്ടായിരുന്നു തടവുകാരെ കൊണ്ടുപോയിരുന്നത്. ക്യാമ്പിലെ ദുരിത ജീവിതം കൊണ്ട് തന്നെ പലരും മൃതപ്രായരായിരുന്നു. 35 കിലോമീറ്ററോളമുള്ള കാൽനട യാത്ര കൂടിയായപ്പോൾ അവരിൽ പലരും യാത്രക്കിടയിൽ മരിച്ചു വീണു. ഇപ്രകാരം മരിച്ചു വീണവരുടെ എണ്ണം തന്നെ 15,000-ഓളം ആയിരുന്നു. ഡെത്ത് മാർച്ച് എന്നായിരുന്നു ഈ പദയാത്രയെ ചരിത്രം വിശേഷിപ്പിച്ചത്. സോവിയറ്റ് സൈന്യത്തിന് ജീവനോടെ ആ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് 7,000 പേരെ മാത്രമായിരുന്നു. അവരാകട്ടെ എണീറ്റ് നിൽക്കുവാൻ പോലും കരുത്തില്ലാത്തവരും ഏത് നിമിഷവും മരിച്ചു പോകുന്ന അവസ്ഥയിലെത്തിയവരുമായിരുന്നു. അമേരിക്കൻ യുദ്ധ റിപ്പോർട്ടർ മെയർ ലേവിനും ഫോട്ടോഗ്രാഫർ എറിക് ഷ്വാബിനും ചേർന്ന് പകർത്തിയ ക്യാമ്പ് ദൃശ്യങ്ങൾ ആരുടെയും മനസ്സലിയിക്കുന്നതായിരുന്നു. കത്തിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പിൽ കത്തി തീർന്നുകൊണ്ടിരിക്കുന്നവരുടെയും തലയ്ക്ക് വെടിയേറ്റ് പിടഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെയും ദൃശ്യങ്ങളായിരുന്നു അത്. സഖ്യസേനയുടെ സുപ്രീം കമാൻഡർ എയ്സൻഹോവറാണ് നാസികളുടെ കൊടും ക്രൂരതകൾ ലോകത്തെ അറിയിക്കാൻ ഇനി തെല്ലും വൈകരുതെന്ന തീരുമാനം നടപ്പിലാക്കിയത്. അതനുസരിച്ച് ഫ്രാൻസിലെ സേ സോയിർ എന്ന പത്രം 1-ാം പേജിൽ അച്ചടിച്ച ചിത്രത്തോടെ നാസികളുടെ കൊടും ക്രൂരതകൾ ലോകത്തെ ഞെട്ടിച്ചു തുടങ്ങുകയായിരുന്നു.
വലിയൊരു കുഴിമാടത്തിന്റെ ചിത്രമായിരുന്നു അത്. നാസി ഭീകരതയെക്കുറിച്ചുള്ള വിവരണങ്ങളും അതിലുണ്ടായിരുന്നു. അന്നു മുതൽ ഇന്നുവരെ നാസി കൊടും ഭീകരതകളെക്കുറിച്ചുള്ള വിവരണങ്ങൾക്ക് അവസാനമില്ല. ബെൽസക്, ഓഷ്വിറ്റ്സ്, സൊബീബോർ, ട്രെബ്ലിങ്ക, ചെമ്നോ, മെജേനക് എന്നിവിടങ്ങളിലായിരുന്നു പ്രധാനപ്പെട്ട കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ സ്ഥിതി ചെയ്തിരുന്നത്. നാസികൾ യഹൂദരെ കൊന്നൊടുക്കിയ കിരാത പ്രവൃത്തികൾ ഹോളോകോസ്റ്റ് എന്ന പൊതുനാമത്തിലാണ് അറിയപ്പെടുന്നത്. രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ അനുവാദത്തോടുകൂടി അവിടുത്തെ ഒരു വിഭാഗം ജനങ്ങളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വംശശുദ്ധിയുള്ള ആര്യന്മാരാണ് തങ്ങളെന്ന് അഹങ്കരിച്ചിരുന്ന നാസികൾ തങ്ങളെക്കാൾ വംശീയമായി താഴെത്തട്ടിലാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ജർമ്മൻകാരിൽ ഭൂരിഭാഗത്തെയും ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുവാനുള്ള ദുഷ്കൃത്യങ്ങളിൽ ഏർപ്പെട്ടു. 1933 യൂറോപ്പിലെ യഹൂദ ജനസംഖ്യ 90 ലക്ഷമായിരുന്നുവെന്നാണ് കണക്കുകൾ പറയുന്നത്. ജർമ്മനി ആക്രമിച്ച് കീഴടക്കാനിരുന്ന രാജ്യങ്ങളിലായിരുന്നു ഈ ജനസംഖ്യയുടെ ഭൂരിപക്ഷവും ജീവിച്ചിരുന്നത്. 1941 1945 ഇടയിലാണ് ഹോളോകോസ്റ്റ് നടന്നത്. 1945 ആയപ്പോഴേക്കും യൂറോപ്പിൽ 67% യഹൂദരും കുരുതി കഴിക്കപ്പെട്ടിരുന്നു. ഹോളോകോസ്റ്റിന് ഇരകളായത് യഹൂദർ മാത്രമായിരുന്നില്ല. റോമൻ ജിപ്സികളും സ്ലാവിക് ജനതകളും റഷ്യൻ യുദ്ധത്തടവുകാരും ആഫ്രിക്കൻ അമേരിക്കക്കാരും കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യലിസ്റ്റുകളും ട്രേഡ് യൂണിയൻ പ്രവർത്തകരും യഹോവാസാക്ഷികളും യാചകരും വേശികളും സ്വവർഗാനുരാഗികളും മദ്യപാനികളും എല്ലാം ഹിറ്റ്ലറുടെ രഹസ്യ പോലീസിന്റെ കൊടും പീഡനങ്ങൾക്ക് ഇരകളായി കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞവരിൽ പെടുന്നു. ഇതിനു പുറമെ രോഗികളായി കഴിയുന്നവരെ രാജ്യത്തിന് ഭാരമാണെന്ന് കരുതി കൊല ചെയ്യുകയും ചെയ്തിരുന്നു. ആരോഗ്യമുള്ളവരെ മാത്രം കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് ട്രെയിനുകളിൽ കുത്തി നിറച്ച് കൊണ്ടുവന്നിരുന്നു. അവരെ നിർബന്ധിതവും അമിതവുമായ ജോലിഭാരത്താൽ ഹിറ്റ്ലറുടെ സേന പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. വെള്ളം ചേർത്ത സൂപ്പായിരുന്നു റേഷൻ കണക്കിന് അവർക്ക് നൽകിയിരുന്നത്. ദാരിദ്ര്യവും പോഷകാഹാരക്കുറവും അമിത അധ്വാനവും ചേർന്ന് അവരൊക്കെ വളരെ പെട്ടെന്ന് രോഗികളായി. രോഗികളായവരെയെല്ലാം വെടിവെച്ചോ ഗ്യാസ് ചേംബറിലിട്ടോ കൊന്നൊടുക്കി. 1941 അവസാനത്തോടെയായിരുന്നു ഗ്യാസ് ചേംബറിന്റെ കണ്ടുപിടുത്തം. കൂട്ടത്തോടെ കൊല്ലാൻ ചെലവ് കുറഞ്ഞ മാർഗമായിട്ടാണ് അവരതിനെ കണ്ടത്. വായു കടന്നു ചെല്ലാത്ത ഒരു അറയ്ക്കുള്ളിലേക്ക് ആളുകളെ കുത്തിത്തിരുകി വാതിലടയ്ക്കുകയും അതിനുള്ളിലേക്ക് വിഷവാതകം പമ്പ് ചെയ്ത് ശ്വാസം മുട്ടിച്ച് കൊല്ലുകയുമായിരുന്നു ഇവിടുത്തെ രീതി. ഗ്യാസ് ചേംബറുകളിൽ മാത്രമായി 30 ലക്ഷവും വെടിവെച്ച് മാത്രമായി 15 ലക്ഷം പേരെയും കൊന്നൊടുക്കിയതായിട്ടാണ് കണക്കുകൾ. മരിച്ചു കഴിഞ്ഞാലും മൃതശരീരങ്ങളോട് പോലും അനാദരവ് കാട്ടാൻ ഇക്കൂട്ടർ മടിച്ചിരുന്നില്ല. മൃതദേഹങ്ങളിലെ സ്വർണം കെട്ടിയ പല്ലുകൾ പറിച്ചെടുത്തതിന് ശേഷം മാത്രമായിരുന്നു കൂട്ടത്തോടെ ശവദാഹം നടത്തിയിരുന്നത്. കൊന്നൊടുക്കിയവർ ഏതാനും നിമിഷത്തെയോ മണിക്കൂറുകളിലെയോ വേദന അനുഭവിച്ചാൽ മതിയായിരുന്നു. എന്നാൽ മരണം വരെ വേദനയും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പരീക്ഷണ വസ്തുവായി മാറപ്പെടുന്നത് മൂലമുണ്ടായ വേദനയും ഒരുമിച്ച് സഹിക്കേണ്ടി വന്ന ഹതഭാഗ്യരും അക്കൂട്ടത്തിൽ എണ്ണമറ്റ വിധത്തിൽ ഉണ്ടായിരുന്നു. ജീവനോടെ കൈകൾ അറുത്തുമാറ്റി മറ്റൊരാളുടെ ശരീരത്തിൽ വെച്ചുപിടിപ്പിക്കുക. പൊള്ളലേറ്റ വ്യക്തി എത്ര മണിക്കൂർ ജീവിച്ചിരിക്കുമെന്നും എന്തുമാത്രം വേദന അനുഭവിക്കേണ്ടി വരുമെന്നും അറിയാൻ വേണ്ടിയുള്ള ആസിഡ് പ്രയോഗങ്ങൾ. ഇങ്ങനെ എത്രയെത്ര കൊടും യാതനകളിലൂടെയാണ് അവർ കടന്നുപോയതെന്നോ. കുട്ടികളെ പോലും ഇതിൽ നിന്ന് ഒഴിവാക്കിയിരുന്നില്ല എന്ന് അറിയുമ്പോഴാണ് ഹിറ്റ്ലറുടെ നരവേട്ടയുടെ ക്രൂരമുഖം മറയില്ലാതെ വെളിപ്പെടുന്നത്. ശാസ്ത്രീയ പരീക്ഷണങ്ങൾ എന്ന പേരിലായിരുന്നു ഈ പരീക്ഷണങ്ങളെല്ലാം എന്നതാണ് ശാസ്ത്രത്തിന് പോലും ഇവ മാനക്കേട് ക്ഷണിച്ചു വരുത്തിയത്. ഡോക്ടർ ജോസഫ് മെൻഗൽ ആയിരുന്നു മനുഷ്യത്വഹീനമായ ഈ പരീക്ഷണങ്ങൾക്ക്
നേതൃത്വം നൽകിയത്. മരണത്തിന്റെ മാലാഖ എന്നായിരുന്നു അയാൾ വിളിക്കപ്പെട്ടിരുന്നത്. നാസി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ച് ഏറ്റവും കുപ്രസിദ്ധി നേടിയ ഓഷ്വിറ്റ്സ് ഒരു വിശുദ്ധനെ കൂടി ലോകത്തിന് സമ്മാനിച്ചിട്ടുണ്ട്, വിശുദ്ധ മാക്സിമിലിയൻ കോൾബെ. Praise be Jesus Christ. പരിശുദ്ധ അമ്മയോട് ചെറുപ്പം മുതൽക്കേ അഗാധമായ ഭക്തിയിൽ വളർന്നു വന്ന വ്യക്തിയായിരുന്നു മാക്സിമിലിയൻ കോൾബെ. വൈദികനായി മാറിയ അദ്ദേഹം പോളണ്ടിന്റെ തലസ്ഥാനമായ വാഴ്സ നഗരത്തിൽ നിന്ന് കുറച്ച് അകലെയായി ഒരു ഭൂ ഉടമയിൽ നിന്ന് സ്ഥലം വാങ്ങുകയും അവിടെ അമലോത്ഭവ മാതാവിന്റെ പേരിൽ മാതാവിനു വേണ്ടി ഒരു നഗരം സ്ഥാപിക്കുകയും ചെയ്തു. അമലോത്ഭവ നഗരം സമാധാനപരമായും സന്തോഷഭരിതമായും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു 1941 ഫെബ്രുവരി 17 ഹിറ്റ്ലർ അമലോത്ഭവ നഗരം ആക്രമിച്ചത്. 5 വൈദികരെ ഹിറ്റ്ലറുടെ പോലീസ് അറസ്റ്റ് ചെയ്തു. അക്കൂട്ടത്തിൽ ഒരാൾ മാക്സിമിലിയൻ ആയിരുന്നു. മെയ് 28 അദ്ദേഹത്തെ ഓഷ്വിറ്റ്സ് തടവറയിലേക്ക് കൊണ്ടുപോയി, കൊടും ക്രൂരതകളുടെ ലോകത്തിലേക്ക്. 1941 ജൂലൈ 28 അത് സംഭവിച്ചത്. രഹസ്യ പോലീസിന്റെയും പാറാവുകാരുടെയും കണ്ണുപെട്ടിച്ച് ഒരാൾ ഭൂമിയിലെ നരകത്തിൽ നിന്ന് ശത്രുക്കൾ ആരുടെയും കണ്ണെത്താത്ത ദൂരത്തേക്ക് ഓടിപ്പോയി. പക്ഷേ ഈ അപമാനം സഹിക്കാനാകുമോ? ഒരാൾക്ക് പകരം 10 പേരെ കൊന്നൊടുക്കിയേ മതിയാവൂ എന്ന് ഹിറ്റ്ലറുടെ പോലീസ് തീരുമാനിച്ചു. 10 പേരെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്താനായിരുന്നു തീരുമാനം. അതിൽ ഫ്രാൻസിസക് ഗയോഷണിക് എന്ന ആൾക്കു വേണ്ടി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്താൻ മാക്സിമിലിയൻ കോൾബെ തയ്യാറായി. കഷ്ടിച്ച് 1-2 പേർക്ക് മാത്രം നിൽക്കാനിടമുള്ള ചെറിയ ഭൂഗർഭ അറയിൽ അടയ്ക്കപ്പെട്ടത് 10 പേരായിരുന്നു. 15 ദിവസം കൊണ്ട് 5 പേർ മരണമടഞ്ഞു. അവശേഷിക്കുന്ന 5 പേർക്ക് വേണ്ടി ഇനിയും 15 ദിവസം കൂടി കാത്തിരിക്കാൻ ക്രൂരരായ ഭരണാധികാരികൾക്ക് കഴിയുമായിരുന്നില്ല. അതിന് അവർ എളുപ്പവഴി കണ്ടെത്തി. അവശേഷിക്കുന്നവരെ വിഷം കുത്തിവെച്ച് കൊല്ലുക. 1941 ഓഗസ്റ്റ് 14 ഉച്ച കഴിഞ്ഞ സമയം മാക്സിമിലിയൻ കോൾബെയെയും മറ്റുള്ളവരെയും വിഷം കുത്തിവെച്ച് കൊന്നു. എന്നിട്ടും വെറുപ്പും പകയും തീരാതെ ആ മൃതശരീരങ്ങൾ തീച്ചൂളയിൽ വെച്ച് കത്തിച്ചു കളയുകയും ചെയ്തു. 1982 ഒക്ടോബർ 10 ജോൺ പോൾ II മാർപ്പാപ്പ മാക്സിമിലിയൻ കോൾബെയെ രക്തസാക്ഷിയായ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. കണ്ണീരിന്റെയും വിലാപത്തിന്റെയും മണ്ണിൽ നിന്ന് അങ്ങനെ ആദ്യമായി വിശുദ്ധിയുടെ പരിമളം ഒഴുകി. നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിലെ ക്രൂരതകൾക്ക് ഒരു ഇന്ത്യൻ ബന്ധം കൂടിയുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ഒരു മലയാളി ബന്ധം. ഒരുപക്ഷെ ഹിറ്റ്ലർ ക്രൂരമായി കൊന്നുകളഞ്ഞ ഏക മലയാളിയും ഇദ്ദേഹമായിരിക്കാം. ഇദ്ദേഹത്തിന്റെ പേരാണ് മിച്ചിലോട്ട് മാധവൻ. മാഹിയിലെ ലഫോർമ റോഡിൽ മിച്ചിലോട്ട് വീട്ടിൽ ഗോവിന്ദന്റെയും മാധുവിന്റെയും 3ാമത്തെ മകനായ മാധവൻ പഠനത്തിൽ മിടുക്കനായിരുന്നു. ഫ്രാൻസിലെ സർവകലാശാലകളിൽ പഠിക്കാൻ അവസരം കിട്ടിയതാണ് മാധവന്റെ ജീവിതത്തിന്റെ തലേവര തിരുത്തി എഴുതിയത്. ഫ്രാൻസിലെ സോർബോൺ സർവകലാശാലയിൽ പഠനത്തിനായി എത്തിയ മാധവനെ രഹസ്യ പോലീസ് അറസ്റ്റ് ചെയ്തത് നാസി വിരുദ്ധ ലഘുലേഖകൾ കൈവശം വെച്ചു എന്ന കുറ്റത്തിനായിരുന്നു. തൂണിൽ കെട്ടി വെടിവെച്ചു കൊന്ന മാധവന്റെ ശരീരം പിന്നീട് കത്തിച്ചു കളയുകയായിരുന്നു. വെറും 28 വയസ്സ് മാത്രമേ മാധവന് അപ്പോൾ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. നാസികളുടെ വിവിധ തടങ്കൽ പാളയങ്ങളിലായി കൊല്ലപ്പെട്ട 2 കോടിയിലേറെ ജനങ്ങളിൽ ഒരാളായി ഇന്ന് ചരിത്രം മിച്ചിലോട്ട് മാധവനെയും രേഖപ്പെടുത്തിയിരിക്കുന്നു. അഡോൾഫ് എയ്ക്ക്മാൻ എന്ന പേര് കൂടി ചേർക്കാതെ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിനെ കുറിച്ചുള്ള വിവരണം പൂർണ്ണമാകില്ല. ഹിറ്റ്ലർ ജൂത വംശഹത്യയ്ക്ക് ഉത്തരവിട്ടുവെങ്കിലും അത് നടപ്പിലാക്കുന്നതിൽ
മുൻപന്തിയിൽ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു അഡോൾഫ് എയ്ക്ക്മാൻ. Something that brought me great happiness to start a new life in Argentina. നാസികൾ യഹൂദരെ വംശഹത്യ നടത്തുന്നതിനായി വിളിച്ചുകൂട്ടിയ നാസി ഭരണാധികാരികളുടെ മീറ്റിംഗിൽ മിനിറ്റ്സ് രേഖപ്പെടുത്തിയത് അഡോൾഫ് എയ്ക്ക്മാൻ ആയിരുന്നു. Transportation officer. ഇതിനു പുറമെ യഹൂദരെ കൊലക്കളത്തിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ നയിച്ചുകൊണ്ട് പോയതും ക്രൂരമായി കൊലപ്പെടുത്തിയതും എയ്ക്ക്മാൻ ആയിരുന്നു. ഓഷ്വിറ്റ്സിൽ യഹൂദരെ എത്തിക്കുവാനുള്ള നടപടികൾക്ക് ചുക്കാൻ പിടിച്ചതും ഇയാളായിരുന്നു. ഹംഗറിയിൽ നിന്ന് ഓഷ്വിറ്റ്സിലെത്തിയ 75 മുതൽ 90% വരെ യഹൂദരെയും ഉടനടി കൊലപ്പെടുത്തുകയായിരുന്നു പതിവ്. 50 ലക്ഷം യഹൂദരെ കൊന്ന സംതൃപ്തിയോടെ ചിരിച്ചുകൊണ്ട് തനിക്ക് മരിക്കാം എന്നായിരുന്നു എയ്ക്ക്മാൻ ഒരിക്കൽ പറഞ്ഞത്. യുദ്ധത്തിൽ ജർമ്മനി തോറ്റപ്പോൾ ജീവരക്ഷാർത്ഥം അർജന്റീനയിലേക്ക് ഒളിച്ചോടിയ ഇയാളെ ഇസ്രായേലി ചാരസംഘടന പിടികൂടുകയും വിചാരണ ചെയ്ത് തൂക്കുമരണം വിധിക്കുകയും ചെയ്തു. 1962 ജൂൺ 1 അങ്ങനെ 56-കാരനായ അഡോൾഫ് എയ്ക്ക്മാൻ തൂക്കുമരത്തിൽ ഏറ്റപ്പെട്ടു. ഇസ്രായേൽ രാജ്യം നടത്തിയ ഏക വധശിക്ഷ കൂടിയായിരുന്നു എയ്ക്ക്മാൻ്റേത്. വധശിക്ഷയ്ക്ക് ഏതാനും മണിക്കൂറുകൾക്ക് ഉള്ളിൽ തന്നെ അയാളുടെ മൃതദേഹം ദഹിപ്പിക്കുകയും ചാരം ഇസ്രായേൽ അതിർത്തിക്ക് വെളിയിലായി വിതറുകയും ചെയ്തു. 1948-നും 1951-നും ഇടയിലായി യഹൂദർ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ചേക്കേറി. 1,36,000 യഹൂദർ അക്കാലത്ത് ഇസ്രായേലിലേക്ക് കുടിയേറിയിട്ടുണ്ടെന്നാണ് ചരിത്രം പറയുന്നത്. യൂറോപ്പ്, അമേരിക്ക ഭൂഖണ്ഡങ്ങളിലേക്കും യഹൂദർ ചേക്കേറി. 1945 ജനുവരി 27 ഓഷ്വിറ്റ്സിലെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് റെഡ് ആർമി യഹൂദരെ രക്ഷപ്പെടുത്തിയതിൻ്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ജനുവരി 27 അന്താരാഷ്ട്ര ഹോളോകോസ്റ്റ് ദിനമായി ആചരിച്ചു വരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി പേർ ഇന്ന് കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ സന്ദർശിക്കുവാൻ എത്തിച്ചേരുന്നുണ്ട്. മറ്റൊരു സ്ഥലവും സന്ദർശിക്കുന്നത് പോലെയല്ല ഇവിടെ ആളുകൾ എത്തുന്നത്. ചിരിക്കാനോ സന്തോഷിക്കാനോ ആനന്ദിക്കാനോ ഒന്നും ഇവിടെ ഇല്ല. എന്നാൽ കനത്ത ഹൃദയഭാരത്തോടെയല്ലാതെ ഇവിടുത്തെ ദൃശ്യങ്ങൾ കണ്ടു തീർക്കാനും ആവില്ല. കാരണം ഇന്നും ഈ മുറിയിൽ നിന്ന് ആരുടെയൊക്കെയോ വിലാപങ്ങൾ ഉയരുന്നുണ്ട്. ഇന്നും ഈ ചുവരുകളിൽ ആരുടെയൊക്കെയോ കണ്ണുനീർ വറ്റിപ്പോകാതെയുണ്ട്. ഇന്നും ഈ നടവഴികളിൽ ആരുടെയൊക്കെയോ രക്തം ബാക്കിയായിട്ടുണ്ട്. അങ്ങനെ ഇവിടം ലോകത്തിനുള്ള ഒരു തിരുത്തായി മാറിയിരിക്കുന്നു. ഒരു മനുഷ്യനും ഒരു മനുഷ്യനോടും ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞു തരുന്ന പാഠപുസ്തകം കൂടിയാണ് കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ. മുറിവേറ്റവരും വേട്ടയാടപ്പെട്ടവരുമായിരുന്നു യഹൂദർ. ഇന്നും അവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ അവസാനിക്കുന്നില്ലെന്ന് സമകാലിക സംഭവങ്ങൾ വ്യക്തമാക്കി തരുന്നു. മനുഷ്യ മനസ്സിലുള്ള ദുരാശകളും ക്രൂരതകളും സ്വാർത്ഥതയും സ്നേഹരാഹിത്യവുമാണ് ലോകമെങ്ങുമുള്ള യുദ്ധങ്ങൾക്കും മനുഷ്യൻ മനുഷ്യരോട് ചെയ്യുന്ന ക്രൂരതകൾക്കും കാരണം. ലോകം നടുങ്ങിയ നിമിഷങ്ങൾ ഇനിയുമുണ്ട്. പക്ഷേ ലോകത്തെ നടുക്കാൻ ഇനി പുതിയ സംഭവങ്ങളൊന്നും ഉണ്ടാവരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്തയാഴ്ച നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.